أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇന്ന് നമ്മളൊപ്പം തന്നെ കാനഡയും മജ്ലിസ് അൻസാറുള്ളയും ബുർക്കിന ഫാസിലെ മജ്ലിസ് അൻസാറുടെയും ഇസ്തിമാ നടക്കുന്നുണ്ട്. അവരും നേരിട്ട് നമ്മളോടൊപ്പം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ നേരത്തെ ആദ്യമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജമാഅത്തിൽ അഹമ്മദിയ ജമാഅത്തിൽ അൻസാർ അൻസാർ അത് നിങ്ങളുടെ പ്രായം ചിന്തയുടെയും അനുഭവത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഏറ്റവും ഉന്നതമായ ആ സ്ഥാനത്തെത്തിയവരാണ്. അതുകൊണ്ട് പറയപ്പെടാൻ നമുക്ക് ജമാഅത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മാതൃകയായി നിങ്ങൾ ഓരോരുത്തരും മാറണം എന്ന് പറയാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ യഥാർത്ഥത്തിൽ മാതൃകയാണോ? ബയ്യത്തിൻ്റെ യഥാർത്ഥ സ്ഥാനമാനങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ടോ? അതിൽ കരസ്ഥമാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇത് വലിയ ഒരു ചോദ്യചിഹ്നമാണ്. നിങ്ങളുടെ മാതൃക കണ്ടുകൊണ്ടാണ് പുതിയ തലമുറ അവരുടെ ഇസ്ലാം നടത്തേണ്ടത്. നമ്മുടെ ബലഹീനതകളെ അവർ നോക്കേണ്ടത്. അതുകൊണ്ട് ഇത് വലിയൊരു ഉത്തരവാദിത്തമാണ് അതേപോലെ തന്നെ അൻസാറുകളിൽ ഉള്ളത്. അതിൻ്റെ അടിസ്ഥാന തത്വം എന്നുള്ളത് തഖ്വയാണ്. തഖ്വയിൽ നമ്മളിൽ തഖ്വയുണ്ടെങ്കിൽ പല തിന്മകളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. ബയ്യത്തിൻ്റെ കടമ നിറവേറ്റുന്നവരായി നമ്മൾ മാറുന്നതാണ്. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആ പ്രതിജ്ഞ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോഴാണ് നമ്മൾ പ്രതിജ്ഞ നിറവേറ്റുന്നവരായി നമ്മൾ മാറുന്നത്. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, തഖ്വ എന്താണ്? തഖ്വ സ്വായത്തമാക്കുക. എല്ലാത്തിൻ്റെയും അടിവേരാണ് തഖ്വ. തഖ്വയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ എല്ലാ സൂക്ഷ്മമായ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുക. തഖ്വ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും അല്പം തിന്മയുടെ ഒരു അടയാളമുണ്ടെങ്കിൽ അതിൽ നിന്നും വിട്ടു നിൽക്കുക. ഹൃദയത്തിൻ്റെ ഒരു ഉദാഹരണം ഒരു നദി പോലെയാണ്. പല അരുവികളും അതിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഹൃദയത്തിൻ്റെ ആ നദിയിൽ നിന്നും ചില അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നാവ് നോക്കുക, അതേപോലെ തന്നെ മറ്റ് അവയവങ്ങൾ നോക്കുക. അതിൽ നിന്ന് വരുന്ന വെള്ളം മോശമാണെങ്കിൽ അപ്പോൾ അതായത് ചെറിയ നദികളിൽ നിന്ന് അരുവികളിൽ നിന്ന് വരുന്ന വെള്ളം നമുക്ക് മോശമാണ് കരുതിയാൽ ആ നദിയുടെ വെള്ളവും മോശമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ കൈയും കാലും അത് അശുദ്ധമാണെങ്കിൽ അവരുടെ ഹൃദയവും അതശുദ്ധമാണെങ്കിൽ ഹൃദയം അശുദ്ധമാണ് എന്ന് മനസ്സിലാക്കുക. ഈ ഒരു സ്ഥാനമാണ് തഖ്വയുടേത് നമ്മൾ കരസ്ഥമാക്കേണ്ടത്. അതെപ്പോഴും നമ്മൾ മുമ്പിൽ വെക്കേണ്ടതാണ്. ഈ ഒരു സ്ഥാനമാനം നമ്മൾ മുമ്പിൽ വെക്കുമ്പോൾ അപ്പോൾ നമ്മുടെ ബയ്യത്തിൻ്റെ പ്രതിജ്ഞ നിറവേറ്റുന്നവരെ നമ്മൾ വരുന്നതാണ്. അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എത്രമാത്രം നമ്മൾ അത് കരസ്ഥമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളത് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ മറ്റുള്ളവർക്ക് നമ്മൾ ഒരു മാതൃകയായി മാറുന്നതാണ്, റോയൽ മോഡലായി മാറുന്നതാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം
നമ്മളിൽ നിന്നും ബയ്യത്ത് വാങ്ങിയിട്ടുള്ളത്. അതിൽ പല നിബന്ധനകളും വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്ന്, ഏറ്റവും വലിയ ഷർത്ത് ഇതാണ്: ഷിർക്കിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നുള്ളതാണ്. ഷിർക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ശൈത്താൻ പല വഴികളിലൂടെ നമ്മളിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. കാരണം നമുക്ക് തന്നെ അത് ചിന്തിക്കാൻ കഴിയാത്ത ആ രീതിയിൽ വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ പരിശോധിക്കേണ്ടത്, നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള ഷിർക്കിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കുക. അതിനകത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയുണ്ടായി, തൗഹീദ് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി നാവ് കൊണ്ട് പറയുക എന്നുള്ളതല്ല, ഹൃദയത്തിൽ ആയിരക്കണക്കിന് ബിംബങ്ങളെ കൂട്ടിയിരുത്തുകയും ചെയ്യുക എന്നുള്ളതല്ല. തൻ്റെ സ്ഥാനം, തൻ്റെ വജ്ജന, അതുപോലെ തൻ്റെ കഴിവുകളെ അള്ളാഹുവിനെ പോലെ മാത്രം നൽകുകയാണെങ്കിൽ, മനുഷ്യരിൽ ആരെങ്കിലും ആശ്രയിക്കുകയാണെങ്കിൽ, അള്ളാഹുവിൽ ആശ്രയിക്കേണ്ടത് മനുഷ്യരിൽ ആശ്രയിക്കുകയാണെങ്കിലും, തൻ്റെ നഫ്സിനെ വലിയ മാത്രം നൽകുകയാണെങ്കിൽ, അള്ളാഹുവിന് നൽകുന്നത് മാത്രം നൽകുകയാണെങ്കിൽ, ഇതെല്ലാം തന്നെ അള്ളാഹുവിന് മുമ്പിൽ അങ്ങനെയുള്ളവരൊക്കെ തന്നെ ബിംബാരാധകരാണ് എന്ന് മനസ്സിലാക്കുക. ബിംബം എന്ന് പറഞ്ഞാൽ സ്വർണത്തിൻ്റെയോ വെള്ളിയുടേതോ അതല്ലെങ്കിൽ പിച്ചളയുടേതോ അല്ല ബിംബങ്ങൾ. അങ്ങനെ അതിൽ ആശ്രയം കണ്ടെത്തുന്നതിനല്ല. വാക്കുകൾ, പ്രവർത്തികൾ അതിന് ഈ അള്ളാഹുവിന് നൽകേണ്ട സ്ഥാനം നൽകുകയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ ഹക്ക് അവന് നൽകുമ്പോൾ അള്ളാഹുവിന് മുമ്പിൽ അത് ഷിർക്കാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഒരു ഷിർക്കിൻ്റെ ഡെഫിനേഷൻ നമ്മൾ ഓരോരുത്തരും മുമ്പിൽ വെക്കേണ്ടതാണ്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇന്നത്തെ യുഗത്തിൽ, ഇന്നുള്ള ഈ അന്തരീക്ഷത്തിൽ നമ്മൾ മുഴുകിക്കൊണ്ട്, ഭൗതികമായിരിക്കുന്ന ചിന്താഗതികൾ മുഴുകിക്കൊണ്ട് പലപ്പോഴും തന്നെ നമ്മൾ അങ്ങനെയുള്ള പ്രവർത്തികളിൽ ഉൾപ്പെട്ടു പോകാറുണ്ട്. അത് രഹസ്യമായ ഗൂഢമായ ഷിർക്കിൽ ഉൾപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് ഓരോ അഹമ്മദിയും, പ്രത്യേകിച്ച് ഓരോ അഹമ്മദിക്കും, ഓരോ നാസറിനും പ്രത്യേകിച്ച് ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. കാരണം നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ പ്രായം, ആ പ്രായം കൂടുന്നതനുസരിച്ച് കൊണ്ട് നിങ്ങളുടെ അവസാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അതിനുശേഷം പിന്നീട് പരലോകമാണുള്ളത്. അപ്പോഴും തന്നെ ചിന്തിക്കുക, നാമും എല്ലാ രീതിയിലും എല്ലാ ഷിർക്കിൽ നിന്നും നമ്മൾ വിട്ടുനിൽക്കുന്നുണ്ടോ? എല്ലാ പ്രവൃത്തിയും അള്ളാഹുവിൻ്റെ പ്രീതിക്കനുസരിച്ച് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങൾ ഓരോന്നും തന്നെ തഖ്വയിൽ ഊന്നിക്കൊണ്ടാണോ ഉള്ളത് എന്നെപ്പോഴും തന്നെ നമ്മൾ മുമ്പിൽ വെക്കേണ്ടതാണ്. പിന്നീട് ബയ്യത്ത് ചെയ്യുന്നവരോട് മസീഹ് അലൈഹി പറയുകയുണ്ടായി, കളവിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കണം. കളവ് എന്നുള്ളത് വലിയൊരു പാപമാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നു, ഫജ്തനിബു റിജ്സ മിനൽ ഔസാനി വജ്തനിബു ഖൗല സൂർ. ബിംബങ്ങളുടെ ആ അശുദ്ധിയിൽ നിന്ന് വിട്ടു നിൽക്കുക, കളവ് പറയുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുക. ഒരു ഹദീസിൽ വരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, 4 കാര്യങ്ങളുണ്ട്. അതിൽ ആരിലാണോ ഉള്ളത് അവൻ തീർച്ചയായും മുനാഫിഖാണ്. അത് 4-ൽ ഒന്നെങ്കിലുണ്ടെങ്കിലും അതവൻ ഉപേക്ഷിക്കുകയാണെങ്കിൽ അപ്പോഴാണ് അവൻ കപട്യത്തിൽ നിന്ന് പൂർണ്ണമായും വിശുദ്ധനായിത്തീരുക. 1, സംസാരിക്കുമ്പോൾ അവൻ കളവ് പറയുന്നതാണ്. തന്നെ സംസാരിക്കുമ്പോൾ അതിൽ കളവ് കൂട്ടിച്ചേർക്കുന്നതാണ്. പ്രതിജ്ഞ ചെയ്യുമ്പോൾ, ഉടമ്പടി ഉണ്ടാക്കുമ്പോൾ അതിന് വഞ്ചന കാണിക്കുന്നു. പലപ്പോഴും തന്നെ ഒരുത്തം നിൽക്കും, എത്ര ഉടമ്പടികൾ നമ്മൾ ചെയ്യുന്നുണ്ട്, എന്നാൽ അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ? കേസുകൾ നടക്കുന്നില്ലേ? 3-ാമത്തെ കാര്യം, വാഗ്ദാനം ചെയ്യുമ്പോൾ വാഗ്ദാനം അത് ലംഘിക്കുന്നു. ഇതും കളവിൽപ്പെട്ടതാണ്. 1, ഉടമ്പടി കച്ചവടത്തിലുള്ള ഉടമ്പടി നമ്മൾ ചെയ്യുന്നു. കച്ചവടത്തിൽ, ബിസിനസ്സിൽ, മറ്റു പല കാര്യങ്ങളും നമ്മൾ ഉടമ്പടി എഴുതി ചേർക്കുന്നു. പല വാഗ്ദാനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ചെറുതാണെങ്കിലും എന്നാൽ അത് വലിയ പ്രാധാന്യമുള്ളതാണെന്ന് മനസ്സിലാക്കണം. ഈ 2 കാര്യങ്ങളും അത് മുനാഫിക്ക് കാപ്പട്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുമെന്ന് മനസ്സിലാക്കുക. പിന്നീട് പറയുന്നു, അതേപോലെ തന്നെ സംസാരിക്കുമ്പോഴും തർക്കിക്കുമ്പോൾ അവന് ചീത്ത പറയുന്നു. ഈ 4 കാര്യങ്ങളും ഈ കളവുമായി ബന്ധപ്പെട്ടതാണ്. കള്ളനായ മനുഷ്യൻ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതാണ്. അത് വളരെ സൂക്ഷ്മമായ രീതിയിൽ സത്യത്തിലേക്ക് നമ്മൾ പോകേണ്ടതാണ്. സൂക്ഷ്മമായ രീതിയിൽ സത്യത്തെ അന്വേഷിക്കേണ്ടതാണ്. ഒരു റിവായത്തിലുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, സത്യം
നന്മയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. നന്മ സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. തിന്മ കളവിൽ നിന്ന് വിട്ടു നിൽക്കുക, അത് നിങ്ങളെ നിഷേധത്തിലേക്ക് കൊണ്ടുപോകുന്നു. ആ നിഷേധം നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നു. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയുണ്ടായി, വിശുദ്ധ ഖുർആനിൽ കളവിനെ ഒരു അശുദ്ധിയായിട്ടാണ് പറഞ്ഞത്. ഞാൻ ഓതി ആയത്തിലും പറയുന്നുണ്ട്, വജ്തനബു റിജിസ മിനൽ ഔസാനി വജ്തനബു ഖൗല സൂർ എന്നാണ് അള്ളാഹു പറയുന്നത്. ഇവിടെ ബിംബത്തിൻ്റെ അശുദ്ധിയുമായിട്ടാണ് ഈ കളവിനെ ഉപമപ്പെടുത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കളവും ഒരു ബിംബമാണ്. അല്ലാതെ സത്യത ഉപേക്ഷിച്ചുകൊണ്ട് മറ്റു ഭാഗത്തേക്ക് എന്തിനു പോകണം? നമ്മൾ ബിംബത്തിൻ്റെ കീഴിൽ ഒരു സത്യവുമില്ല. ഇതേപോലെ തന്നെ കളവിനും പിന്നിൽ ഒരു സത്യവുമില്ല. കളവ് പറയുന്ന ആൾ അവർ പൂർണ്ണമായും തീരെ ആശ്രയിക്കാത്തവരായിത്തീരുന്നു. കാരണം ആ കളവ് പറയുന്നവർ സത്യം പറഞ്ഞാലും ആരും വിശ്വസിക്കാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു. കളവ് പറയുന്ന ആൾക്കാർ എന്നെ കള്ളനായി കരുതരുത് എന്ന് കരുതിയാൽ പോലും ആൾക്കാർ കരുതില്ല. അത്രയും അപകടമാണ്. കുറേ കാലത്തോളം ജനങ്ങൾ അവനെ കള്ളൻ എന്ന് തന്നെ പറയുകയുള്ളൂ. അതുകൊണ്ട് കളവ് പറയുന്ന ശീലമുള്ളവർ അവരെ സംബന്ധിച്ച് മസീഹ് അലൈഹി സ്വലാം പറയുന്നു, അവർ സത്യം പറഞ്ഞാൽ തന്നെയും ജനങ്ങളത് വിശ്വസിക്കുകയില്ല. അത് കള്ളനാണ് എന്ന് പറയും. അതുകൊണ്ട് ഒരു അഹമ്മദിയും ഒരു വിശ്വാസിക്ക് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ബയ്യത്ത് ചെയ്ത വ്യക്തിക്ക് ഈ കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ എത്രമാത്രം കളവിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നുള്ളത്. ഇത് ശിർക്കിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ്, ശിർക്കിന് സമീപത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ ബയ്യത്തുകൾ ചെയ്യുന്നവരായി ഉൾപ്പെടുകയുള്ളൂ. നിങ്ങൾ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കണം. അതിലൊന്നാണ് വ്യഭിചാരം എന്നുള്ളത്. വ്യഭിചാരത്തിൻ്റെ നിർവചനം എന്താണ്? മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, അതായത് അങ്ങനെയുള്ള അവസരങ്ങളിൽ നിന്നും നിങ്ങൾ ചിന്തയിൽ തന്നെ വിചാരത്തെക്കുറിച്ച് ചിന്ത വരുന്ന മാർഗങ്ങൾ നിങ്ങൾ വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. എങ്ങനെയുള്ള തിന്മയിൽ വിട്ടുപോകാനുള്ള മാർഗങ്ങളിൽ നിങ്ങൾ വിട്ടു നിൽക്കുക. അത് പിന്നീട് ജനയുടെ വിചാരത്തിൻ്റെ മാർഗം എന്നുള്ളത് വളരെ മോശമായിട്ടുള്ളതാണ്. അങ്ങനെ നിങ്ങളുടെ അവസാന ആ സ്ഥാനം അത് ഏറ്റവും അപകടമായിരിക്കും. അൻസാറുള്ള ഇത് മനസ്സിലാക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള തിന്മകൾ നമ്മളിലുണ്ടെങ്കിൽ, അൻസാറുകളിൽ ഇങ്ങനെ ഒരു തിന്മകളുണ്ടെങ്കിൽ വരും തലമുറയിലും ഇങ്ങനെയുള്ള തിന്മകൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അൻസാറുള്ള വലിയൊരു ഉത്തരവാദിത്തമായി നിങ്ങൾ മനസ്സിലാക്കുക. ഒരു വയസ്സെത്തി കഴിഞ്ഞാൽ ഇങ്ങനെ ചിന്തി വരികയില്ല. എന്നാൽ 40 മുതൽ 60 വയസ്സ് വരെയുള്ള അൻസാറുകൾക്ക് ഇങ്ങനെയുള്ളതിൽ പെട്ടുപോകാറുണ്ട്. അതുകൊണ്ട് അവരുടെ അവസ്ഥകളെക്കുറിച്ചൊരു ആത്മപരിശോധന നടത്തേണ്ടതാണ്. ഇതിൽ നിങ്ങളുടെ ചിന്തകൾക്ക് പോലും ചെന്നെത്താൻ കഴിയാത്ത രീതിയിൽ നിങ്ങൾ ഇതിൽ നിന്ന് വിട്ടു നിൽക്കണം. ഭാര്യമാരിൽ നിന്ന് പല ശികായത്തുകളും കംപ്ലൈൻറ്റുകളും വരുന്നുണ്ട്. അൻസാറായിട്ടും TV പ്രോഗ്രാമിൽ ഇൻ്റർനെറ്റിലും ഇങ്ങനെയുള്ള തെറ്റായ പ്രോഗ്രാമുകൾ കാണുന്നും അത് തിന്മയിലേക്ക് കൊണ്ടുപോകുന്നതാണ് എന്ന് പറഞ്ഞു. അതൊരു വിധത്തിലുള്ള വ്യഭിചാരം തന്നെയാണ്. ഇതിൽ നിന്നും വിട്ടു നിൽക്കാൻ ഓരോരുത്തരും തന്നെ ശ്രമിക്കേണ്ടതാണ്. 5-10% ആൾക്കാർ നമ്മളില്ലതുണ്ടെങ്കിലും അവരും ഈ ഒരു വലിയ അപകടമായ ഒരു അവസ്ഥയാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കേണ്ടതാണ്. ദുർനോട്ടത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി പറയുന്നു. ദുർനോട്ടത്തിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കേണ്ടതാണ്. ഇതും അഹമ്മദി ആകുന്നതിനൊരു നിബന്ധനയായിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം എഴുതി ചേർത്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ മനുഷ്യൻ്റെ ഫിത്രത്തിനെ സംബന്ധിച്ച് പറഞ്ഞത് അവൻ്റെ ബലഹീനതകളെ മുന്നിൽ വെച്ചുകൊണ്ട് അതനുസരിച്ചുകൊണ്ടാണ് അധ്യാപനങ്ങൾ നൽകാറുള്ളത്. പറയുന്നു, കുല്ലിൽ മുഅ്മിനീന യഅ്ലൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും സാലിക അസ്കാ ലഹും. വിശ്വാസികളോട് പറയുക, അവരവരുടെ കണ്ണുകൾ ദൃഷ്ടി താഴോട്ട് പതിപ്പിക്കട്ടെ, അവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ സംരക്ഷിക്കട്ടെ. ഈ പ്രവൃത്തി അവർക്ക് വിശുദ്ധി കൈവരിക്കാൻ സാധിക്കുന്നതാണ്. അതായത് ഈ സുറ അവിടെ എന്ന് പറഞ്ഞാൽ കണ്ണും കാതും അതുപോലെ തന്നെ ഈ മറ്റെല്ലാ കാര്യങ്ങളും നിന്നും എല്ലാ കാര്യങ്ങളും നിങ്ങൾ സൂക്ഷിക്കണം എന്നുള്ളതാണ്. പല രീതിയിലുള്ള തെറ്റായ
ഗാനങ്ങൾ നിങ്ങൾ കേൾക്കുന്നു. അള്ളാഹു തടയുന്ന കാര്യങ്ങളിൽ നിന്ന് അതിൽ നിന്നൊക്കെ തന്നെ വിട്ടു നിൽക്കേണ്ടതാണ്. നമ്മൾ വിട്ടു നിൽക്കുന്നില്ലെങ്കിൽ നമ്മൾ തിന്മയിലേക്ക് അകപ്പെട്ടു പോകുന്നതാണ്. ഇതെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം നമ്മുടെ മാതൃകയാണ് പിന്നീട് വരും തലമുറയിലേക്ക് ഇത് പോയിക്കൊണ്ടിരിക്കുക. പിന്നീട് ഒരു അഹമ്മദിയുടെ മറ്റൊരു നിബന്ധനയായി വെച്ചിരിക്കുന്നത് അവർ തിന്മകളിൽ നിന്നും വിട്ടു നിൽക്കുമെന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിസ്കിനെ സംബന്ധിച്ച് ചോദിക്കുകയുണ്ടായി. ഫാസിഖ് ദുർനടപ്പുകാരൻ, അവൻ നരകാവാസിയാണ്. യാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയുണ്ടായി, ഫസാദ്, അതായത് ഫിസ്ക് എന്നുള്ളത് എന്താണ്? ഫസാദ് ചെയ്യുന്നവൻ ആരാണ്? നന്ദി രേഖപ്പെടുത്താത്ത ആളുകൾ, അവർ പരീക്ഷണം വരുമ്പോൾ ക്ഷമ കൈക്കൊള്ളാത്തവർ, അവരാണ് ദുർനടപ്പുകാർ എന്ന് പറയുകയുണ്ടായി. സ്ത്രീകളുടെ ഉദാഹരണം എടുത്തു പറയുകയുണ്ടായി. ചില സ്ത്രീകളിൽ മാത്രമല്ല ഉള്ളത്, പുരുഷന്മാരിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പറഞ്ഞു പോകാറുണ്ട്. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, വളരെ ത്യാക്കി നൽകുകയുണ്ടായി, ലാലിമിൻ്റെയും ഫാസിക്കിൻ്റെയും ദുആ സ്വീകരിക്കില്ല എന്ന് പറയുകയുണ്ടായി. കാരണം അള്ളാഹിൽ ശ്രദ്ധിക്കാത്തവരാണ്, അള്ളാഹു അവരെ അവഗണിക്കുന്നു എന്ന് പറയും. ഒരു മകൻ പിതാവിനെ അനുസരിക്കുന്നില്ലെങ്കിൽ, അവനെ വകവയ്ക്കുന്നില്ലെങ്കിൽ പിതാവും അവനെ വകവയ്ക്കുകയില്ല. പിന്നെ അള്ളാഹു എന്തിനു നമ്മളെ വകവെക്കണം? ശ്രദ്ധിക്കണം. എൻ്റെ ബയ്യത്തിൽ പ്രവേശിക്കുന്ന നിങ്ങൾ എല്ലാവിധത്തിലുള്ള അക്രമത്തിൽ നിന്ന് വിട്ടു നിൽക്കണം. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ജമാഅത്തെ ഉപദേശിച്ചുകൊണ്ട് പറയുകയുണ്ടായി, എൻ്റെ ഈ ശ്രദ്ധാപൂർവ്വം എൻ്റെ ജമാഅത്ത് കേൾക്കുക. ഈ പ്രസ്ഥാനത്തിൽ പ്രവേശിച്ച ഓരോരുത്തരും എന്നോടുള്ള ആ ബന്ധം നിങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്, ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും തന്നെ നല്ല കാര്യത്തിൽ മുന്നോട്ട് പോകണം. തഖ്വയുടെ ഉന്നത സ്ഥാനം കൈവരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഒരു വിധത്തിലുള്ള ഫസാദും ഉപദ്രവവും അതുപോലെ ദുർനടപ്പും നിങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. 5 നേരം നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കുന്നവരായി മാറണം. കളവ് നിങ്ങൾ പറയരുത്. നാവ് കൊണ്ടൊരിക്കലും വേദനിപ്പിക്കരുത് ആരെയും. ഒരു വിധത്തിലുള്ള തിന്മയും നിങ്ങൾ ചെയ്യരുത്. ഒരു വിധത്തിലുള്ള ഉപദ്രവവും അക്രമവും ഫസാദും ഫിത്നയും നിങ്ങളുടെ ചിന്തയിൽ പോലും വരാൻ പാടില്ല. വലിയ കാര്യമാണ് ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അത് ചിന്തയിൽ പോലും വരാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇത് തിന്മ, തെറ്റുകൾ, പാപങ്ങൾ, കുറ്റങ്ങൾ, അതുപോലെ പറയുകയും ചെയ്യുന്ന ആ പറയാൻ പറ്റാത്ത തെറ്റുകൾ, പാപങ്ങൾ, മാനുഷികമായിരിക്കുന്ന വികാര വിചാരങ്ങൾ, അനാവശ്യമായിരിക്കുന്ന കർമ്മങ്ങളിൽ നിന്നെല്ലാം തന്നെ വിട്ടു നിൽക്കുക. പരിശുദ്ധ ഹൃദയരും നിരുപദ്രവകാരികളും ആയി നിങ്ങൾ മാറിക്കുക. ഒരു വിധത്തിലുള്ള വിഷവും നിങ്ങളുടെ അസ്തിത്വത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇത് ഓരോരുത്തരും തന്നെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഈ ഒരു കാഴ്ചപ്പാടിലൂടെ, ഈ ഒരു ചിന്തയിലൂടെ നമ്മുടെ അവസ്ഥ ശരിപ്പെടുത്താൻ നമ്മൾ ചിന്തിക്കാറുണ്ടോ? അഹമ്മദി വഞ്ചനയിൽ നിന്നും ദൂരപ്പെട്ടിരിക്കണം എന്നുള്ളതൊരു അഹമ്മദിക്കുള്ള നിബന്ധന കൂടിയാണ്. ബയ്യത്ത് ചെയ്തിട്ടുണ്ട്, പുതിയവരായാലും പഴയവരായാലും ആരിരിക്കട്ടെ, ബയ്യത്ത് ചെയ്യുമ്പോൾ ബയ്യത്തിൻ്റെ നിബന്ധനകൾ പാലിക്കാൻ നമ്മൾ നിർബന്ധിതരാണ്. പല കാര്യങ്ങളുണ്ട് എപ്പോഴും തന്നെ നമ്മൾ മുമ്പിലെക്കേണ്ടതെല്ലാം തന്നെ. അതിലൊന്ന് വഞ്ചന കാണിക്കില്ല എന്നുള്ളതാണ്. അതിൽ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഖിയാനത്തിനെ സംബന്ധിച്ച്, വഞ്ചനയെ സംബന്ധിച്ച് പറഞ്ഞത്, തിന്മ ഉപേക്ഷിക്കുന്നതിൽ ഒന്ന് ഈമാനത്ത്, ധ്യാനത്ത് എന്നാണ് സംബന്ധിച്ച് പറയുന്നത്. മറ്റുള്ളവരുടെ സ്വത്തിൽ നിന്നും, അതായത് ദുർനോട്ടം നടത്തുകയും അതിനെ പിടിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അതായത് വിശ്വാസ്യത എന്ന് പറഞ്ഞാൽ ആരെയുടെയും സ്വത്ത് അപഹരിക്കരുത് എന്നുള്ളതാണ്. അതായത് ഈ വിശ്വസ്തത മനുഷ്യൻ്റെ പ്രകൃതത്തിലുള്ള ഒന്നാണ് ഇത്. അതുകൊണ്ടാണ് ഒരു കുട്ടിയും ചെറുപ്രായത്തിൽ തിന്മകൾ അവൻ ചെയ്യാൻ കഴിയില്ല. എന്നിട്ട് പോലും അവൻ ഈ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. അന്യ സ്ത്രീകളുടെ മുല കുടിക്കാൻ പോലും അവന് തയ്യാറാകുന്നില്ല. കാരണം അവൻ്റെ പ്രകൃതത്തിലുള്ളതാണ് തൻ്റെ അവകാശം മാത്രമേ എടുക്കാവൂ എന്നുള്ളത്. മറ്റുള്ള അവകാശം എടുക്കാൻ അവനെ ആഗ്രഹിക്കുന്നില്ല കുട്ടി പോലും. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ബയ്യത്തിൽ വന്ന് നിങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരിക്കലും തന്നെ ചെറിയ രീതിയിലുള്ള വഞ്ചന പോലും നിങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. ഫസാദിൽ നിന്ന്, കുഴപ്പത്തിൽ നിന്ന് വിട്ടു നിൽക്കണം. ഒരു അഹമ്മദിക്ക് വളരെ അത്യാവശ്യമാണ്.
അൻസാർ ആണെന്ന് നിങ്ങൾ ഏറ്റവും പ്രധാനമായി നിങ്ങൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ ഇസ്ലാം ചെയ്യുന്നവരാണ്. നിങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങൾ അൻസാറാണ് എന്ന് പറഞ്ഞിട്ടില്ല, അള്ളാഹിൻ്റെ സഹായികളാണ് എന്നുള്ളത്. അത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സഹായികളാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല. സഹായികളാരായിരിക്കും? ഈ എല്ലാ കാര്യങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കുന്നവരായിരിക്കും. ഇതൊക്കെ ഞങ്ങൾ ചെയ്യുമെന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്തിട്ടില്ലേ? അത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഫസാദിൽ നിന്നും വിട്ടുനിൽക്കാൻ വേണ്ടി പറയുകയുണ്ടായി. നിങ്ങൾ ഉപേക്ഷിക്കുന്ന ആളുകൾ, നിങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രസ്ഥാനത്തിലെ പ്രവേശിച്ചു എന്ന കാര്യത്തിൽ നിങ്ങൾ വിട്ടുനിൽക്കുന്നുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ കുഴപ്പത്തിന് പോകല്ല. അവരറിയാതെ നിങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അവർക്ക് ആ ജ്ഞാനവും ഉൾക്കാഴ്ചയും നൽകട്ടെ. കാരണം നിങ്ങൾക്ക് ലഭിച്ച ആ ജ്ഞാനം അവർക്ക് ലഭിക്കട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ ദുആ ചെയ്യുകയാണ് വേണ്ടത്. നിങ്ങൾ നല്ല മാതൃകയിലൂടെ നിങ്ങൾ സ്ഥാപിക്കുക. നിങ്ങൾ നല്ല മാർഗമാണ് സ്വീകരിച്ചിരിക്കുന്നത്. നോക്കൂ, ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ വീണ്ടും എനിക്ക് നിങ്ങളെ നിർദ്ദേശിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ കുഴപ്പങ്ങളിൽ നിന്നും ഫസാദിൽ നിന്നും നിങ്ങൾ വിട്ടു നിൽക്കുക. ചീത്ത കേട്ടാലും നിങ്ങൾ ക്ഷമ കൊള്ളുക. തിന്മയ്ക്ക് പകരം നിങ്ങൾ തന്മ പറയുക. അങ്ങനെ എവിടെയെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവിടെ നിന്ന് വിട്ടു നിൽക്കുക. നല്ല രീതിയിൽ നിങ്ങൾ മറുപടി പറയുക. നീ മാതൃകകൾ കാണിക്കേണ്ടതാണ്. അതുകൊണ്ട് കഠിനത്തിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കേണ്ടതാണ്. നമ്മുടെ എതിരാളികൾക്ക് പോലും നമ്മൾ ദുആ ചെയ്യുകയാണ് വേണ്ടത്. അവിടെ നിന്ന് വിട്ടുനിന്നാൽ മാത്രം പോരാ. ഒരു അഹമ്മദിയാണെങ്കിൽ പ്രത്യേകിച്ച് അൻസാറുകളായ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയും അന്യർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുകയാണ് വേണ്ടത്. നിങ്ങൾ ലോകത്തെ തർബിയത്ത് ചെയ്യുന്നവരാണ്, നിങ്ങളുടെ മക്കളെ തർബിയത്ത് ചെയ്യുന്നവരാണ്. നിങ്ങൾക്ക് പ്രത്യേക അത്യാവശ്യമായിട്ടുള്ളതും എല്ലാ വിധത്തിലുള്ള വിദേശ വിരുദ്ധ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതാണ്. അനുസരണം ഏറ്റവും കൂടുതൽ നിങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ജമാഅത്തിൻ്റെ നിസാമിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ഗവൺമെൻറ് തലത്തിലാണെങ്കിലും അത് നിങ്ങൾക്ക് പൂർണ്ണമായി അനുസരിക്കേണ്ടവരാണ്. പൂർണ്ണമായും അനുസരണം നിങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. എല്ലാ കൽപ്പനകളും അനുസരിച്ച് പ്രവർത്തിക്കേണ്ടത്. ശരീഅത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തികൾ വരാത്ത നിയമങ്ങൾക്ക് എല്ലാം അനുസരിക്കേണ്ടതാണ്. ഒരിക്കലും തന്നെ നിങ്ങൾ വികാരത്തിന് അടിമപ്പെട്ടു പോകരുത്. അതും അടിസ്ഥാനപരമാണ്. ഒരു അഹമ്മദി എപ്പോഴും തന്നെ മുമ്പിൽ വെക്കേണ്ടതാണ്. പ്രത്യേകിച്ച് നിങ്ങൾ പറയുന്നത് എന്താണ്? ഞങ്ങൾ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സഹായികളാണെന്ന് പറയുന്നവരല്ലേ ഞങ്ങൾ അൻസാറുള്ളയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ അൻസാറുകൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ മുമ്പിൽ വെക്കേണ്ടതാണ്. ഒരിക്കലും ഇങ്ങനെയുള്ള പ്രവർത്തികൾ നിങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. അത് നിങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന അല്ലെങ്കിൽ വികാരങ്ങളെ ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ളതായിത്തീരരുത്. ഇങ്ങനെയുള്ള സ്ഥാനം നിങ്ങളിലുണ്ടോ? വികാരത്തിന് അടിമപ്പെട്ട് നിങ്ങൾ പോകരുത്. ഇതില്ലെങ്കിൽ നിങ്ങൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അടിസ്ഥാനപരമായ കാര്യമാണ് ഒരു അഹമ്മദികൾക്ക് സംബന്ധിച്ചിടത്തോളം. 5 നേരം നമസ്കാരം അനുഷ്ഠിക്കുക, അള്ളാഹുവിൻ്റെ റസൂലും പറഞ്ഞതുപോലെ അനുഷ്ഠിക്കുക എന്നുള്ളത്. അതും നമ്മൾ വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. ബയ്യത്ത് ഞങ്ങൾ വന്നിട്ടുണ്ട്, ഞങ്ങൾ എന്തായാലും ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അൻസാരികളായി നമ്മൾ പ്രത്യേകിച്ച് ഇത് നമ്മൾ ചെയ്യേണ്ടതാണ്. കാരണം നമ്മൾ സഹായികളാണ് എന്ന് പ്രഖ്യാപിച്ചവരാണ്. ഇത് ലോകത്തോട് നമ്മൾ എത്തിക്കുമെന്ന് പറഞ്ഞതാണ് ഈ സന്ദേശം. നമ്മുടെ മക്കൾക്കുള്ള തർബിയത്ത് ചെയ്യുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് 5 നേരം നമസ്കാരം മാത്രം പോരാ. മസീഹ് അലൈഹി സ്വലാം പറയുന്നു, തഹജ്ജുദിലേക്കും നിങ്ങൾ ശ്രദ്ധിക്കണം, തഹജ്ജുദ് നമസ്കാരത്തിൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നമസ്കാരം ഈ ഉപേക്ഷിക്കുക എന്നുള്ളത് ശിർക്കിലേക്കും കുഫ്റിലേക്കും അവൻ എത്തിക്കുന്നു എന്നുള്ളതാണ്. നോക്കുക, ആത്മപരിശോധന നടത്തുക. ചിലരോട് ചോദിച്ചു കഴിഞ്ഞാൽ 4 നമസ്കാരം നിസ്കരിച്ചു എന്നാണ് പറയാറ്. ചിലർ ചോദിച്ചു കഴിഞ്ഞാൽ 5 നമസ്കാരം നിസ്കരിക്കാറില്ല എന്ന് പറയുന്നു. എൻ്റെ മുമ്പിൽ ഇട്ട് പറഞ്ഞിട്ടുണ്ട് ചിലർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ അവൻ കുഫ്റിലേക്കും ഷിർക്കിൻ്റെയും അടുത്തേക്ക് അവൻ പോകുന്നു. നമ്മളൊരു ആത്മപരിശോധന നടത്തുക. നമ്മൾ നമസ്കാരം ഉപേക്ഷിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഈ ഒരു താക്കീതിൻ്റെ കീഴിൽ നമ്മൾ വരുന്നില്ലേ എന്ന് നോക്കുക. വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഖിയാമത്ത് നാളിൽ ഏറ്റവും ആദ്യമായിട്ട് സൃഷ്ടികളോട് ചോദിക്കുന്നത് നമസ്കാരത്തെക്കുറിച്ചായിരിക്കുമെന്നാണ്. ഈ കണക്ക് ശരിയാണെങ്കിൽ, ക്ലിയർ ആണെങ്കിൽ എല്ലാം വിജയിച്ചു, അങ്ങനെ അവൻ മോക്ഷം പ്രാപിച്ചു. ഈ കണക്കിന് തെറ്റാണെങ്കിൽ പിന്നെ അവൻ പരാജയപ്പെട്ടു, അവൻ നഷ്ടത്തിലകപ്പെടുകയും ചെയ്തു.
ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മളോട് എന്ത് പ്രതീക്ഷയാണ് വെച്ചിരിക്കുന്നത് നോക്കുക. എന്തുമാത്രം പ്രതീക്ഷയാണ് വെച്ചിരിക്കുന്നത്, എന്താണ് നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത് നോക്കുക. ഇത് സംബന്ധമായി പറയുന്നു, എൻ്റെ ജമാഅത്തിൽ ഉൾപ്പെട്ട എല്ലാവരെയും, എൻ്റെ ജമാഅത്തിൽ ഉൾപ്പെടുത്തുന്ന പറയുന്ന ആളുകൾ, നിങ്ങൾ ആകാശത്തെ എൻ്റെ ജമാഅത്തിൽ ഉൾപ്പെടുന്നത് നിങ്ങൾ പൂർണ്ണമായും തഖ്വയുടെ മാർഗത്തിലൂടെ ചലിക്കുമ്പോഴാണ്. അതുകൊണ്ട് 5 നേര നമസ്കാരങ്ങളെ വളരെ ഭയത്തോടും ഹൃദയ സാന്നിധ്യത്തോടും കൂടി അനുഷ്ഠിക്കുക. അങ്ങനെ നിങ്ങൾ അള്ളാഹുവിനെ കാണുന്നത് പോലെ നിങ്ങൾ അനുഷ്ഠിക്കുക. നിങ്ങൾ നോമ്പിന് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി നിങ്ങൾ അനുഷ്ഠിക്കുക. സക്കാത്ത് നൽകാൻ ആഗ്രഹപ്പെട്ടവർ സക്കാത്ത് നൽകുക. ഹജ്ജ് ഫർളാക്കപ്പെട്ടവർ ഒരു തടസ്സവും അവർക്കില്ലെങ്കിൽ ഹജ്ജ് നിങ്ങൾ ചെയ്യണം. നന്മകൾ വളരെ ഭംഗിയായിട്ട് അനുഷ്ഠിക്കുക. അതുപോലെ തന്നെ തിന്മകളെ വളരെ ശ്രദ്ധാപൂർവ്വം ഉപേക്ഷിക്കുകയും ചെയ്യുക. ഓർക്കുക, അള്ളാഹുവിലേക്ക് ഒരു പ്രവൃത്തി എത്തുകയില്ല തഖ്വയിൽ നിന്ന് ശൂന്യമാണെങ്കിൽ. എല്ലാ നന്മയുടെയും തഖ്വ, അടിവേര് തഖ്വയാണ്. ഈ പേരില്ല നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അമലും നഷ്ടപ്പെടുകയില്ല, പ്രവൃത്തി നഷ്ടപ്പെടുകയില്ല. ഈ കാര്യത്തിൽ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമസ്കാരത്തെ ഉപദേശിച്ചുകൊണ്ട് പ്രത്യേകിച്ച് മസീഹ് അലൈഹി സ്വലാം പറയുകയുണ്ടായി, നമസ്കാരം എന്താണ്? അത് ദുആയാണ്. തസ്ബീഹും തഹ്മീദും തക്ബീറും ഇസ്തിഗ്ഫാറും ദുരൂദും, അതായത് സലാത്തും എല്ലാം തന്നെ ഹൃദയ സാന്നിധ്യത്തോട് ചോദിക്കുന്ന ഒരവസ്ഥയാണ്. അശ്രദ്ധരായുള്ള ആയി നമസ്കരിക്കുന്നത് പോലെ നിങ്ങൾ നമസ്കരിക്കരുത്. വരുന്ന വാക്കുകൾ മാത്രം ഉരുവിടുന്ന, കാരണം അവരുടെ വാക്കുകളും അവരുടെ ഇസ്തിഗ്ഫാറും എല്ലാം തന്നെ വെറും ഒരു ചടങ്ങുകളാണ്. നിങ്ങൾ നമസ്കരിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിൽ, അള്ളാഹുവിൻ്റെ വചനമായ ഖുർആനിലും അതുപോലെ തന്നെ അത് തീർച്ചയായും ഓതേണ്ടതാണ്, നിർബന്ധമാണ്, അറബിയിൽ ഓതേണ്ടതാണ്. അതുപോലെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി തിരുമേനിയിൽ നിന്നും നമുക്ക് മുമ്പിൽ വന്നിരിക്കുന്ന ദുആകൾ, അത് കൂടാതെ മറ്റെല്ലാം ദുആകളും നിങ്ങൾ നിങ്ങളുടെ ഭാഷകളിൽ ഹൃദയ സാന്നിധ്യത്തോടു കൂടി നിങ്ങൾ അത് അവതരിപ്പിക്കുക. അങ്ങനെ ദുആ ചെയ്യുക നമസ്കാരത്തിൽ. ഈ ഒരു വിനയം നിങ്ങളിൽ ഉണ്ടാകുമ്പോൾ, ആ ഒരു ഹൃദയ സാന്നിധ്യം നിങ്ങളിൽ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ദുആ സ്വീകരിക്കപ്പെടുന്നതാണ്. വിനയാന്വിതമായി നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ അള്ളാഹു സ്വീകരിക്കുന്നതാണ്. പ്രത്യേകിച്ച് അൻസാറുള്ള ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമസ്കാരം എന്ന് പറഞ്ഞാൽ ഇത് മുഖേന ആകാശത്ത് ആകാശം മനുഷ്യനിലേക്ക് കുമ്പിട്ട് വരുന്നു. ഞാൻ മരിച്ചു എന്നുള്ള അവസ്ഥയിലേക്ക് അവൻ എത്തിച്ചേരുന്നു നമസ്കരിക്കുമ്പോൾ. അവരുടെ നമസ്കാരം, അങ്ങനെയുള്ള നമസ്കാരമുള്ള വീടുകൾ ഒരിക്കലും നശിക്കുകയില്ല. ഇതിലേക്ക് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. ചില അൻസാറുകളും നമസ്കാരത്തിൽ ഞാൻ പറഞ്ഞതുപോലെ അവർ ശ്രദ്ധിക്കുന്നില്ല. ഒരു ഹദീസിൽ വരുന്നു, നൂഹിൻ്റെ കാലത്ത് നമസ്കാരം ഉണ്ടായിരുന്നെങ്കിൽ ആ സമൂഹം നശിപ്പിക്കപ്പെടുമായിരുന്നില്ല. ഞാൻ പറഞ്ഞത് 5 നേര നമസ്കാരത്തോടൊപ്പം മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം തഹജ്ജുദിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ചിട്ടുണ്ട്. എൻ്റെ ബയ്യത്ത് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തഹജ്ജുദ് നമസ്കാരവും നിങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. നിങ്ങളൊരു ആത്മപരിശോധന നടത്തുക. അൻസാറുള്ളയുടെ പ്രായത്തിലെത്തിയ നിങ്ങൾ എത്ര പേരുണ്ട് തഹജ്ജുദ് നമസ്കരിക്കുന്നവർ? ചിന്തിച്ചു നോക്ക്. 40 വയസ്സിന് ശേഷം അള്ളാഹിനെ ഓർമ്മ വേണ്ടേ, അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടത് നിങ്ങൾ തഹജ്ജുദ് നമസ്കരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. അതായത് ബിലാൽ റിവായത്ത് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരിക്കൽ പറയുകയുണ്ടായി, നിങ്ങൾ തഹജ്ജുദ് നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കേണ്ടതാണ്. കാരണം മുമ്പുള്ള സാലിഹ്യങ്ങളുടെ അവസ്ഥ ഇതാണ്. ദൈവസാമീപ്യത്തിന് മാർഗം കൂടിയാണത്. ഇത് തിന്മയിൽ നിന്നും നമ്മളെ തടയുന്നതും തിന്മയെ ഇല്ലാതാക്കി തീർക്കുന്നതും ശാരീരിക രോഗങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. ആത്മീയ രോഗത്തിൽ നിന്നും ഭൗതിക രോഗത്തിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തുന്നു. എത്ര ഗുണങ്ങളുണ്ട് നോക്കുക. തഹജ്ജുദ് നമസ്കരിക്കുന്ന വ്യക്തിയും തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. അത് തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുന്നു മാത്രമല്ല, തിന്മയെ ഇല്ലാതാക്കി തീർക്കുന്നു. അതവിടുന്ന് മനുഷ്യൻ്റെ ശാരീരിക രോഗങ്ങളിൽ നിന്നും ദൂരപ്പെടുത്തുന്നു, രക്ഷപ്പെടുത്തുന്നു. ഡോക്ടറും ഇത് അംഗീകരിക്കുന്നുണ്ട്. രാവിലെ നേരത്തെ എണീക്കുന്നവർ, തഹജ്ജുദ് നമസ്കരിക്കുന്നവർ, അവരുടെ ഹൃദയത്തിൽ രോഗം കുറയും എന്നാണ് പറയുന്നത്. രാവിലെ ഫജ്ർ നമസ്കരിച്ച് അവർ എക്സസൈസ് ചെയ്യുന്നു. അവരുടെ ആരോഗ്യം എപ്പോഴും തന്നെ നല്ലതായി തീരും. വയസ്സ് എത്ര അള്ളാഹു നൽകിയത് അതേ തരം നിലനിൽക്കും. പക്ഷേ ആരോഗ്യം വളരെ നല്ലതായി എത്ര കാലം ജീവിക്കുന്നു അത്രയും നല്ല ആരോഗ്യം അള്ളാഹു നൽകുന്നതാണ്. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മുടെ ജമാഅത്തിലുള്ളവരാകെ തഹജ്ജുദിനെ നിർബന്ധമായി നിസ്കരിക്കേണ്ടതാണ്. കൂടുതലല്ലെങ്കിൽ 2 റക്അത്ത് നിസ്കരിക്കും. കാരണം ദുആ ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ അങ്ങനെയുള്ള ദുആത്തിൽ പ്രത്യേകമായിരിക്കുന്നൊരു സ്വാധീനം ഉണ്ടായിരിക്കുന്നതാണ്. കാരണം നല്ല ആത്മാർത്ഥതയോടെ ആയിരിക്കും നമ്മൾ ചെയ്യുക. പ്രത്യേകമായിരിക്കുന്ന വേദനയും ആത്മാർത്ഥതയും ഇല്ലെങ്കിൽ, അതുപോലെ പൂർണ്ണമായും ഉറക്കത്തിൽ നിന്ന് പിന്നെ എങ്ങനെ ഉണരാൻ അവർക്ക് സാധിക്കും? അവന് ആവേശമില്ലെങ്കിൽ എങ്ങനെ ഉണരാൻ സാധിക്കും?
വേദന ഉണ്ടെങ്കിലല്ലേ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയുള്ളൂ. അള്ളാഹുവിനോട് സ്നേഹം ഉണ്ടെങ്കിൽ, അള്ളാഹുവിന് മുമ്പിൽ കുമ്പിടണം എന്നുള്ള ആത്മാർത്ഥത ഉണ്ടെങ്കിലല്ലേ എഴുന്നേൽക്കുകയുള്ളൂ. അതുകൊണ്ട് അന്നുള്ള ആ സമയത്തുള്ള എഴുന്നേൽക്കൽ തന്നെ ഒരു ഹൃദയത്തിലൊരു വേദന ഉണ്ടാക്കുന്നു. അങ്ങനെ ദുആയിൽ പ്രത്യേകമായിരിക്കുന്ന ആവേശം ഉണ്ടായിത്തീരുന്നതാണ്. ഈ ഒരു ആവേശമാണ്, ഈ ഒരു ഹൃദയ സാന്നിധ്യമാണ് ദുആ സ്വീകരിക്കാൻ അവസരം നമുക്ക് ലഭിക്കുന്നത്. നന്മയിലേക്ക് പോകാനും ഇത് അത്യാവശ്യമാണ്. രാത്രിയിൽ എഴുന്നേൽക്കുക, ദുആ ചെയ്യുക. അള്ളാഹു നിങ്ങളുടെ അവൻ്റെ മാർഗ്ഗം നിങ്ങൾ കാണിച്ചു തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുടെ ഉദാഹരണം അദ്ദേഹം പറയുകയുണ്ടായി. ആദ്യം അവരെന്തായിരുന്നു, പിന്നീട് ഇബാദത്ത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, രാത്രിയിൽ എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോൾ അവരെവിടെ നിന്നും എവിടെ എത്തിയെന്ന് ചിന്തിക്കുക. അൻസാറുള്ളായി തീരാൻ വേണ്ടി ഈ മാർഗ്ഗങ്ങൾ നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. അതേപോലെ തന്നെ സലാത്ത് ചെല്ലുന്ന കാര്യത്തിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ നിങ്ങളെ ശ്രദ്ധിച്ചിരിക്കുകയുണ്ടായി. ഈ കാലത്തുള്ള അവസ്ഥ, ലോകത്തിൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാം. പ്രത്യേകിച്ച് നമ്മൾ അള്ളാഹുവിലേക്ക് നമ്മൾ തിരിയേണ്ടതാണ്. സലാത്ത് കൂടുതലായി ചെല്ലുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഇത് പറയുന്നുണ്ട്. ഇന്നല്ലാഹ വമലായികത്തുഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലസീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. തീർച്ചയായും അള്ളാഹുവിൻ്റെ മലക്കുകളും ഈ പ്രവാചകരുടെ സലാത്തും സലാമും അറിയിക്കുന്നു. വിശ്വാസികളെ, നിങ്ങളും ഈ സലാത്തും സലാമും കൂടുതലായിട്ട് നിങ്ങൾ അയച്ചുകൊണ്ടിരിക്കുക. അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹു റിവായത്ത് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിങ്ങൾ വാക്ക് കൊടുക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങളും അതേ വാക്കുകൾ നിങ്ങൾ ഉച്ചരിക്കുക. പിന്നീട് എനിക്ക് സലാത്ത് ചെല്ലുക. ആരാണ് എനിക്ക് സലാത്ത് ചെല്ലിയത്? അള്ളാഹു 10 അനുഗ്രഹങ്ങൾ അവന് നൽകുന്നതാണ്. അത് പ്രത്യേകിച്ച് സലാത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞതുപോലെ ഈ കാലത്തുള്ള അവസ്ഥ നിങ്ങൾ നോക്കുക. പ്രത്യേകിച്ച് ദുരൂഹ കാര്യത്തിൽ, സലാത്ത് ചെല്ലുന്ന കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പ്രയാസങ്ങളിലൂടെ ലോകം ഇന്നത്തെ അവസ്ഥ ഏതൊരു അവസ്ഥയിലാണ് ഉള്ളത് നോക്കുക. ഏതൊരു നാശത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നാശത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ കൂടുതൽ സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കേണ്ടതാണ്, ദുആ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. അപ്പോൾ അല്ലാഹു തആല നമ്മുടെ ദുആകൾ കേൾക്കുന്നതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ നിർദ്ദേശം കൂടിയുണ്ട്. ഉമർ റളിയല്ലാഹു തആല അൻഹു ഇതിനെ സംബന്ധിച്ച് ഈ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്: ദുആ ആകാശഭൂമിക്കിടയിൽ തങ്ങി നിൽക്കും. ഏതുവരെ എന്നാൽ നിങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സലാത്ത് ചൊല്ലുന്നില്ലയോ എന്നുള്ളത്. അള്ളാഹുവിൻ്റെ അടുത്തേക്ക് എത്തുകയില്ല സലാത്ത് അല്ലാതെ എന്നാണ്, മുകളിലേക്ക് പോകില്ല എന്നാണ് പറയുന്നത്. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, മനുഷ്യൻ യഥാർത്ഥത്തിൽ ദാസനാണ്, അടിമയാണ്. അടിമയുടെ ജോലി എന്താണ്? ഉടമസ്ഥൻ എന്താണോ കൽപ്പിക്കുന്നത് അത് സ്വീകരിക്കുക എന്നുള്ളതല്ലേ. ഇതേപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അനുഗ്രഹം കരസ്ഥമാക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അവൻ്റെ ദാസനായി തീരുക, അദ്ദേഹത്തിൻ്റെ ദാസനായി തീരുക. അള്ളാഹു പറയുന്നു, കുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിക്കും, നീ പറയുക എൻ്റെ ദാസ എന്ന് പറയുക. അതെ, നിങ്ങളുടെ ആത്മാവിനോട് അതിക്രമം പ്രവർത്തിച്ചത്. ഇവിടെ പറഞ്ഞത് ബന്ദ എന്ന് പറഞ്ഞാൽ അടിമ എന്നാണ് അർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ദാസത്വം സ്വീകരിക്കുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. കാരണം റസൂൽ തിരുമേനി കൂടുതൽ സലാത്ത് അല്ലേ ഒരുക്കുക. റസൂൽ തിരുമേനി ഒരു കൽപ്പനയും ധിക്കരിക്കരുത്. കൂടുതൽ സലാത്ത് ചെല്ലുക, ഒരിക്കലും ധിക്കരിക്കുകയും ചെയ്യരുത്. സലാത്ത് ചെല്ലിയാൽ പോരാ, പിന്നീട് കൽപ്പനകൾ ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല, അള്ളാഹു റസൂലിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുകയും കൂടി വേണം. ഈ സലാത്ത് നമ്മൾ ചൊല്ലുമ്പോൾ ആ അനുഗ്രഹത്തിന് പാത്രമായി തീരുന്നതാണ്. മനുഷ്യൻ ഏത് ദുആ ചെയ്താലും പിന്നീട് അള്ളാഹുവിലേക്ക് അത് എത്തിച്ചേരുന്നതാണ് എന്ന് മനസ്സിലാക്കുക. സലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു അഹമ്മദിക്ക് മറ്റൊരു നിർബന്ധം അവൻ കൃത്യമായി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇതിലേക്കും മാസങ്ങൾക്ക് മുമ്പ് ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. സലാത്തിനോടൊപ്പം ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. അൻസാറുകൾ ഇതിനൊരു മാതൃകയായി തീരേണ്ടതാണ്. ഒരു പ്രത്യേകമായിരിക്കുന്ന പദ്ധതി, ഇവിടെ നിങ്ങളൊരു കർമ്മപദ്ധതി ആവിഷ്കരിക്കേണ്ടതും ദുരൂദിൽ ശരിയാനും സലാത്തെല്ലാനും ഇസ്തിഗ്ഫാർ ചെയ്യാനും വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുകയുണ്ടായി, ആരാണ് ഇസ്തിഗ്ഫാറുമായി കൊട്ടിപ്പിടിച്ച് നിൽക്കുന്നത്, സ്ഥിരമായി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അള്ളാഹു എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗ്ഗം അല്ലാഹു അവർക്ക് ഒരുക്കി കൊടുക്കുന്നതാണ്. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അവർക്ക് എളുപ്പവും ആശ്വാസവും നൽകുന്നതാണ്. അവർ പ്രതീക്ഷിക്കാത്ത ഭാഗത്ത് നിന്ന് അവൻ റിസ്ക് നൽകുകയും ചെയ്യുന്നതാണ്. അത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, അള്ളാഹുമായിട്ടുള്ള ശക്തി, അള്ളാഹുവിനോട് നിങ്ങൾ ശക്തി ആഗ്രഹിക്കുമ്പോൾ, അള്ളാഹുവിനോട് ശക്തി നിങ്ങൾ തേടുമ്പോൾ, ഇസ്തിഗ്ഫാർ നിങ്ങൾ ചെയ്യുമ്പോൾ, റൂൽ ഖുദ്സിൻ്റെ സഹായത്തോടു കൂടി നിങ്ങളുടെ ബലഹീനതകൾ അള്ളാഹു അകറ്റപ്പെടുന്നതാണ്. അള്ളാഹു ആണ്
അതാണ് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ അവരുടെ ബലഹീനതകൾ ഇല്ലാതായി തീരുകയും തിന്മകളിൽ നിന്നും അവർ വിട്ടുനിൽക്കുകയും ചെയ്യുന്നതാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസൂലും എങ്ങനെയാണ് വിട്ടുനിൽക്കുന്നത്? തിന്മയിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഇസ്തിഗ്ഫാർ അവർക്ക് നൽകുന്ന ഗുണം അവർ തിന്മയുടെ ആ ദുഷ്ഫലങ്ങളിൽ നിന്നും അവർ രക്ഷപ്പെടുന്നതായിരിക്കും. കാരണം പ്രകാശം വന്നാൽ അന്ധകാരമില്ലാതായിത്തീരുന്നതാണ്. ആരാണോ പാപികൾ അവർ അള്ളാഹുവിനോട് സഹായം തേടുന്നില്ലെങ്കിൽ അവർ തീർച്ചയായും അവരുടെ ശിക്ഷ അവർക്ക് തിന്മയുടെ ശിക്ഷ ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. തിന്മ വന്നു പോയിട്ടുണ്ടെങ്കിൽ, തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണെങ്കിലും ഇനി ചെയ്യില്ല എന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അവരെ സഹായിക്കുന്നതാണ്. അവർ തിന്മകളിൽ നിന്നും അവരെ അള്ളാഹു പരിശുദ്ധരാക്കുകയും ചെയ്യുന്നതാണ്. അതിൽ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയുണ്ടായി, ചില ആളുകളുണ്ട് അവർ തെറ്റെന്താണെന്ന് തന്നെ അറിയില്ല, തിന്മ ചെയ്തുകൊണ്ടേയിരിക്കും. ചിലർക്ക് തെറ്റെന്താ അറിയാം, ചിലർക്ക് തെറ്റെന്താ അറിയാം. ചിലരുണ്ട് തെറ്റ് എന്താന്ന് പോലും അറിയാത്ത ആൾക്കാരുണ്ട്. അത് തിന്മ ചെയ്തിട്ടുണ്ടോ എന്നോ ഇല്ലെന്നോ അറിയില്ല. അങ്ങനെയുള്ളൊരു ശീലം വന്നു പോയി. അവർക്ക് അത്രയും അവരെ മരവിച്ചു പോയിരിക്കുക അവരുടെ മനസാക്ഷികൾ. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഇസ്തിഗ്ഫാർ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതും. അങ്ങനെയുള്ള ആളുകൾക്ക് ചിന്ത വരുമ്പോൾ പിന്നെ കൂടുതൽ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുക, കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുക, അവർ അങ്ങനെ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കുന്നതാണ്. ഇസ്തിഗ്ഫാർ എന്നുള്ളത് ഈ ചെയ്യണമെന്ന് പറയുന്നത് എല്ലാ തിന്മകളിൽ നിന്നും ബാഹ്യവും ആന്തരികമായ തിന്മകളാണെങ്കിൽ അവൻ അറിവുണ്ടെങ്കിൽ അല്ലെങ്കിലും കൈയും കാലും നാവും ചെവിയും കണ്ണും മൂക്കും എല്ലാ വിധത്തിൽ നിന്ന് വരുന്ന തിന്മകളിൽ നിന്നൊക്കെ അവൻ ഇസ്തിഗ്ഫാർ ചെയ്ത് അവൻ അതിൽ നിന്നും രക്ഷപ്പെടാൻ അവന് സാധിക്കുന്നതാണ്. ഇസ്തിഗ്ഫാർ നാവ് കൊണ്ട് പറയാൻ പോലെ തിന്മകളിൽ നിന്ന് തടയാൻ വേണ്ടി അവർ വിട്ടു നിൽക്കാൻ ശ്രമിക്കുന്നതാണ്. ചിലർക്ക് ഞാൻ പറഞ്ഞതുപോലെ ചിലർക്ക് അറിയില്ല, അവർക്ക് ചിന്ത തന്നെ ഉണ്ടാവില്ല, അത്രയും ദോഷമായി തീർന്നിരിക്കും. പിന്നീട് അവർ ചിന്ത വരുമ്പോൾ ഇസ്തിഗ്ഫാർ ചെയ്യുക, ഹൃദയത്തിൽ ധാരാളങ്ങളിൽ നിന്ന് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹു അവരുടെ ഇസ്തിഗ്ഫാർ കേൾക്കും, അവരെ തിന്മകളിൽ നിന്നും അവരെ പരിശുദ്ധരാക്കുകയും ചെയ്യുന്നതാണ്. പിന്നീട് അള്ളാഹുവിൻ്റെ സ്തുതിയും വളരെ അത്യാവശ്യമാണ്. ഒരു അഹമ്മദിക്ക് ബയ്യത്ത് ചെയ്തവരും അവർക്ക് അത്യാവശ്യമാണ്. അവരെപ്പോഴും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ച് ഇതിലേക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. പറയുന്നു, ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ സ്തുതിയില്ലാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് അപൂർണമായിരിക്കും. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ജമാഅത്തിനെ ഉപദേശിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആകാശത്തിൽ മലക്കുകൾ നിങ്ങളെ സ്തുതിക്കണമെങ്കിൽ നിങ്ങൾ ചീത്തവാക്ക് കേട്ടാലും നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങൾ ദുആ ചെയ്യുക. അള്ളാഹുവായിട്ടുള്ള പരാജയം കണ്ടാലും അള്ളാഹുവായിട്ട് ബന്ധം നിങ്ങൾ ഒരിക്കലും തന്നെ അള്ളാഹുവിന് ബന്ധം വിച്ഛേദിക്കരുത്. നിങ്ങൾ ഈ ജമാഅത്തിൻ്റെ അള്ളാഹുവിൻ്റെ അവസാന ജമാഅത്താണ്. എല്ലാ രീതിയിലും ഇതില്ല പ്രയാസങ്ങളും നിങ്ങൾ സഹിക്കുക. ആരാണ് ഇതിൽ അശ്രദ്ധ കാണിക്കുന്നത് അവൻ പരാജയപ്പെട്ടുകൊണ്ട് ഇതിൽ നിന്നും അകറ്റപ്പെടുന്നതാണ്. വളരെ സന്തോഷത്തോട് ഞങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ദൈവം യഥാർത്ഥത്തിൽ അവനുള്ളവനാണ്, എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. എന്നാൽ അവൻ തിരഞ്ഞെടുക്കുന്നത് അള്ളാഹുവിനെ തിരഞ്ഞെടുക്കുന്നവനെയാണ്. അവൻ്റെ അടുത്തേക്ക് അവൻ വരുന്നു, അവൻ്റെ അടുത്തേക്ക് പോകുന്നവൻ്റെ അടുത്തേക്കും അവന് ആദരവ് നൽകുന്നു, അള്ളാഹുവിന് ആദരവ് നൽകുന്നവർ. നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധമാക്കുക, കണ്ണുകളെയും ചെവികളെയും എല്ലാം തന്നെ പരിശുദ്ധരായിക്കൊണ്ട് അള്ളാഹുവിലേക്ക് വരിക, അവൻ നിങ്ങളെ സ്വീകരിക്കുന്നതാണ്. പറയുന്നു, അതിനു വേണ്ടി അള്ളാഹു തആലാവിനെ നന്ദി രേഖപ്പെടുത്തേണ്ടിയിരിക്കുന്നു. നിങ്ങളെ വിശ്വാസത്തെ ദൃഢപ്പെടുത്താൻ വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അള്ളാഹുവിനെ എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യേണ്ടതാണ്. മറ്റൊരു അഹമ്മദിക്ക് വേണ്ടി ബയ്യത്ത് ചെയ്യുന്നവർക്ക് വേണ്ടി ബയ്യത്തിൻ്റെ കടമ നിറവേറ്റുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിനാവശ്യമായിട്ടുള്ളത് സൃഷ്ടികൾക്ക് സേവനം ചെയ്യുക എന്നുള്ളത്, അവർക്ക് ബുദ്ധിമുട്ടിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് നൽകുക എന്ന് വിട്ടു നിൽക്കുക എന്ന് മാത്രമല്ല, ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും വേണം. പ്രത്യേകിച്ച് മുസ്ലിങ്ങളെയും നിങ്ങൾ ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷിക്കണം. മുസ്ലിം ലോകത്തിൻ്റെ അവസ്ഥ നമുക്ക് അറിയാം. ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താണ്? അവരോടുള്ള സാരൂപ്യം നമ്മളോട് പറയുന്നത് എന്താണ്? ബയ്യത്തിൻ്റെ നിർബന്ധം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യേണ്ടതാണ്. അള്ളാഹു അവരോട് കരുണ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുക. ഈ പ്രയാസങ്ങളിൽ അകപ്പെട്ടിരിക്കുകയാണ്, ആ പ്രയാസങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കട്ടെ, അവർ നന്മയിലേക്ക് വരുന്നവരായി തീരട്ടെ, കാലഘട്ടത്തിൻ്റെ ഇമാമിനെ അംഗീകരിക്കുന്നവരായി മാറട്ടെ. അങ്ങനെ ഇവരുടെ ഭൗതികമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ തീരട്ടെ, ആഖിറത്തിലും അവർക്ക് അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാവുന്നവരായി
ഉണ്ടാകട്ടെ. ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, അതിനുവേണ്ടി പ്രത്യേകം ദുആ ചെയ്യേണ്ടതാണ്. പിന്നീട് മറ്റൊരു ഗുണമായിട്ട് പറയുന്നത്, അത് നമ്മൾ പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്, നമ്മൾ വിനയത്തോടു കൂടി നമ്മൾ ജീവിതം നയിക്കുന്നതാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, സുഹൃത്തുക്കളെ, ഇതിനെ അടിസ്ഥാനമാക്കി, തത്വത്തെ അടിസ്ഥാനമാക്കി പഠിക്കുക. എല്ലാവരോടും നിങ്ങൾ കാരുണ്യത്തോട് വർത്തിക്കുക, നിങ്ങൾ നൈർമല്യത്തോടു കൂടി പെരുമാറുക, അപ്പോഴാണ് ബുദ്ധി വർദ്ധിക്കുക. ആരാണോ ഈ രീതി സ്വീകരിക്കാത്തവൻ അവൻ നമ്മളിൽപ്പെട്ടവനല്ല. നമ്മളെ ജമാഅത്തിൽപ്പെട്ട് എതിരാളികളുടെ ചീത്ത വാക്കുകൾ കേട്ടുകൊണ്ട് ക്ഷമ കൈക്കൊള്ളുന്നില്ലെങ്കിൽ അവന് ഇഷ്ടമാണ്, അവന് കോടതിയോട് കേസ് കൊടുക്കാം, പക്ഷേ കുഴപ്പമുണ്ടാക്കാൻ പാടില്ല. കുഴപ്പമുണ്ടാക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും അവകാശമില്ല. ഈ ജമാഅത്തിന് ഞാൻ ഉപദേശം നൽകുന്നു. അങ്ങനെയുള്ള ആളുകളുമായിട്ട് ഞാൻ പൂർണ്ണമായി വിട്ടു നിൽക്കുന്നു. അങ്ങനെയുള്ളവരെ ഞാൻ ജമാഅത്തിൽ നിന്നും പൂർണ്ണമായും അകറ്റുകയും പുറത്താക്കുകയും ചെയ്യുന്നു. ചിലർ തബ്ലീഗിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് എതിരാളികളുടെ ആക്ഷേപങ്ങൾ, അവർ തെറ്റായ കാര്യങ്ങൾ പറയുമ്പോൾ തെറ്റായ രീതിയിൽ നമ്മൾ തിരിച്ചടിക്കാറുണ്ട്, ഒരേ നാണയം തിരിച്ചടിക്കാറുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കേണ്ടത്. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വളരെ ശക്തമായ രീതിയിൽ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി നമ്മൾ പറയുന്നു. ആവേശത്തോടു കൂടി എന്നെ എനിക്ക് എഴുതാറുണ്ട്, എന്തുകൊണ്ട് നമ്മൾ അവരുടെ മറുപടി ആ രീതിയിൽ തന്നെ പറയില്ല എന്ന് ചോദിക്കാറുണ്ട്. നമ്മുടെ പണിയതല്ല, ഹിക്മത്തോടു കൂടി ബുദ്ധിപരമായിട്ട് അള്ളാഹിൻ്റെ പ്രീതി മുന്നിൽ വെച്ചുകൊണ്ടാണ് മറുപടി നമ്മൾ പറയേണ്ടത്. ഇതിനനുസരിച്ച് ഈ നിർദ്ദേശങ്ങളനുസരിച്ച് നമ്മൾ മറുപടി നൽകേണ്ടതാണ്. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളനുസരിച്ച് നമ്മൾ മറുപടി പറയേണ്ടത്. അതല്ലാതെ ഒരു തബ്ലീഗല്ല നിങ്ങൾ പറയുന്നത്, വെറും ചീത്ത പറഞ്ഞ ചീത്തക്കന്നെ മറുപടിയും. നമ്മളെപ്പോഴും മയത്തോടു കൂടിയാണ് പറയേണ്ടത്, വിനയത്തോടു കൂടിയാണ് മറുപടി പറയേണ്ടത്, സമാധാനത്തോടു കൂടിയാണ് മറുപടി പറയേണ്ടത്. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വ്യക്തമായിട്ട് ഇത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. വിനയം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് മസീഹ് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ശിക്ഷ വരുന്ന തൗബയുടെ കവാടം അടക്കുന്നതിന് മുമ്പേ നിങ്ങൾ തൗബ ചെയ്യുക. അള്ളാഹു ഭൗതിക നിയമങ്ങളിൽ നമ്മൾ പെടുന്നില്ലേ? അള്ളാഹുവിൻ്റെ നിയമത്തെ എന്തുകൊണ്ട് നമ്മൾ പെടുന്നില്ല? എല്ലാവരും തന്നെ തഹജ്ജുദിൽ എഴുന്നേറ്റുകൊണ്ട് 5 നേര നമസ്കാരത്തിലും കുനൂത്ത് നിങ്ങൾ ഒതുക്കുക, പ്രത്യേകമായി തൗബ ചെയ്യുക. തൗബ എന്ന് പറഞ്ഞാൽ എല്ലാ തിന്മകളിൽ നിന്നും തെറ്റുകളിൽ നിന്നും അള്ളാഹുവിൻ്റെ അപ്രീതിയിൽ നിന്നും വിട്ടുനിൽക്കുക എന്നുള്ളതാണ്. ഉപേക്ഷിച്ചുകൊണ്ട്, അതെല്ലാം തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു ശരിയ മാറ്റങ്ങളിൽ ഉണ്ടാക്കുക, മുന്നോട്ട് പോവുക, അങ്ങനെ തഖ്വ സ്വീകരിക്കുക. ഇതിലും അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ടായിരിക്കുന്നതാണ്. ആ മനുഷ്യ സ്വഭാവങ്ങൾ നല്ലതായി തീരുക, കോപമുണ്ടാകരുത്, എപ്പോഴും മയത്തോടു കൂടി പെരുമാറുക, അള്ളാഹുവിൻ്റെ പ്രീതി അനുസരിച്ചുകൊണ്ട് പ്രീതിയിൽ പ്രീതരായി തീരുക. ഇതും ഒരു അഹമ്മദിയാകാൻ വേണ്ടി നിബന്ധനയാണ്. ഇതനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ, വിശ്വാസം ദൃഢപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് നമ്മൾ പാത്രീഭൂതരായി തീരുന്നതാണ്. അതിൽ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, തീർച്ചയായും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മുഖേന നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതാണ്. മുമ്പുള്ള മുഅ്മിനീങ്ങൾ പരീക്ഷിക്കപ്പെട്ടതുവരെ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരിക്കലും വഞ്ചിതരായി തീരരുത്. ഭൂമി നിങ്ങൾക്കൊന്നും തന്നെ ചെയ്യാൻ സാധ്യമല്ല. ആകാശത്ത് നിങ്ങൾക്ക് ശക്തമായ ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ കൈകളെ കൊണ്ടേ നിങ്ങൾക്ക് നഷ്ടം വരുത്തുകയുള്ളൂ, ശത്രുക്കളുടെ കൈകൾ കൊണ്ടല്ല. നിങ്ങളുടെ ഭൂമിയിലുള്ള ആദരവ് ഇല്ലാതാവുകയാണെങ്കിൽ അള്ളാഹു അനന്തമായ ആദരവ് നിങ്ങൾക്ക് നൽകുന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ നിങ്ങൾ കൈവിടരുത്. നിങ്ങൾ പ്രയാസങ്ങളിൽപ്പെടും, ദുഃഖം, നിങ്ങളുടെ പ്രയത്നങ്ങൾ, നിങ്ങളുടെ പ്രതീക്ഷകളിൽ നിന്നും നിങ്ങൾ നിരാശരാക്കേണ്ടി വരും. കാരണം നിങ്ങളുടെ ദൈവം നിങ്ങളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതെല്ലാം പ്രയാസങ്ങളുണ്ടോ, ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടോ, അതെല്ലാം തന്നെ നിങ്ങൾ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ കാലിടറിപ്പോകുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ്. ചില ഇവിടെ കുടുംബങ്ങൾക്ക്, ഇവിടെയുള്ള കുടുംബക്കാർക്ക്, പാകിസ്ഥാനിലുള്ള കുടുംബക്കാർക്ക്, മറ്റുള്ള കുടുംബങ്ങൾ പല പ്രയാസങ്ങളും അവധികൾക്ക് വരുന്നുണ്ട്. അപ്പോൾ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, അള്ളാഹുവിൻ്റെ കോന്തൽ നിങ്ങൾ പിടിക്കുക. ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിരാശരാകരുത്. അള്ളാഹ് നിങ്ങൾ ഒരിക്കലും പാഴാക്കുകയില്ല. പാകിസ്ഥാനിലുള്ളവർക്കും നിങ്ങൾക്കും ഒക്കെയുള്ള ഉപദേശമാണിത്. അൻസാറുള്ള ആയിത്തീരാനുള്ള കടമ നിറവേറ്റാൻ വേണ്ടി നിങ്ങൾ എപ്പോഴും തന്നെ മുന്നിൽ വെക്കേണ്ട ഒരു കാര്യം പറയുകയുണ്ടായി. എൻ്റെ പിന്നിൽ നിങ്ങൾ നടക്കുക. പ്രയാസങ്ങളിലൂടെ നിങ്ങൾക്ക് നടക്കേണ്ടതായി വരും. പൂർണ്ണ കൂറോടുകൂടി ഇസ്തിഖാമത്ത് നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ, സ്ഥിരത കാണിക്കുകയാണെങ്കിൽ ഒന്നും ആർക്കും ചെയ്യാൻ നിങ്ങളെ സാധ്യമല്ല. അള്ളാഹു നിങ്ങൾക്ക് അതിനോട് പ്രതിഫലം നൽകുന്നതാണ്. നമുക്ക് അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുകയാണ് നമ്മൾ വേണ്ടത്.
അതിനുവേണ്ടി ഇഖ്ലാസ് സത്യത്തിൻ്റെ കൂറിൻ്റെ ആണ്. അതല്ലെങ്കിൽ വെറും വെറും വാചകമണി മാത്രം പോരാ. വെറും വാക്കുകൾ കൊണ്ട് മാത്രം നമ്മൾ പറഞ്ഞാൽ മാത്രം പോരാ, അത് പ്രവൃത്തിയിലൂടെ കാണിക്കേണ്ടതാണ്. അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അപ്പം അള്ളാഹ് പ്രീതിപ്പെടുന്നതാണ്. അതിൻ്റെ കവാടങ്ങൾ അനുഗ്രഹ കവാടങ്ങൾ തുറക്കുന്നതാണ്. നമ്മൾ ദേഹേച്ഛകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി പറയുന്നു. ഇതും ഒരു അഹമ്മദിയൊക്കെ വളരെ അടിസ്ഥാന തത്വമാണ്. നിങ്ങൾ ബയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദേഹേച്ഛകളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതാണ്. എപ്പോഴും തന്നെ നിങ്ങൾ ഇതേ വിധത്തിൽ അനാചാരങ്ങളിൽ നിന്ന് വിട്ടു നിർത്തേണ്ടതാണ്. വിശുദ്ധ ഖുർആന്റെ കൽപ്പനകളെ പൂർണ്ണമായും തന്നിൽ ശിരസ വഹിക്കേണ്ടതാണ്. അത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, തൻ്റെ ദേഹേച്ഛകളെ വിട്ടു നിൽക്കുക എന്നുള്ളത് അള്ളാഹുവിൽ ഫനായി തീരുക എന്നുള്ളത് അതിൻ്റെ അർത്ഥം. അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കിക്കൊണ്ട് ഈ ജീവിതത്തിൽ തന്നെ സ്വർഗത്തിൻ്റെ അവസ്ഥ നമുക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് മനസ്സിലാക്കുക, നമ്മുടെ അവസ്ഥകളെ ശരിയാക്കുക, നമ്മളെ ദേഹേച്ഛകളിൽ നിന്നും വിട്ടു നിൽക്കുക. ലോകത്തിന് ഇന്നത്തെ അവസ്ഥ, ആഗ്രഹങ്ങളുണ്ട്, ലൗകിക ആഗ്രഹങ്ങളുണ്ട്, അതെല്ലാം തന്നെ വലിയവരെയും ചെറിയവരെയൊക്കെ തന്നെ അത് തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ്. അൻസാറുള്ളാഹ്ക്ക് പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഭൗതികമായിരിക്കുന്ന ആഗ്രഹങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക, ദീനിനെ എപ്പോഴും തന്നെ മുന്നിൽ വെക്കുക, തഖ്വയുടെ മാർഗത്തിൽ ചലിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. നമ്മളിത് ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹു തആല നമ്മളായിത്തീരുന്നത് ആരാണ്? നമ്മൾ ഇസ്ലാം ചെയ്യുന്നവർ മാത്രമായി തീരുകയില്ല, നമ്മുടെ മക്കളെയും വരും തലമുറയും ഇസ്ലാം ചെയ്യുന്നവരായിത്തീരും. ലോകത്തെ ഇസ്ലാം ചെയ്യുന്നവരായി നമ്മൾ മാറുന്നതാണ്. ഈ കാര്യങ്ങൾ ഞങ്ങൾ വിവരിക്കുകയുണ്ടായി. ചുരുങ്ങിയ രീതിയിൽ ബയ്യത്തിന് നിബന്ധനകൾ പല കാര്യങ്ങളുമുണ്ട്. അത് മനസ്സിലാക്കി അത്യാവശ്യമാണ്. അത് നമ്മൾ അയവിറക്കിക്കൊണ്ടിരിക്കേണ്ടതാണ്, വായിച്ചു കൊണ്ടിരിക്കേണ്ടതാണ്. അൻസാറുകൾ പ്രത്യേകിച്ച് ഈ തർബിയത്ത്, എൻ്റെ മക്കളെ തർബിയത്ത് ചെയ്യേണ്ടത് എത്രയും നല്ലതാണ് ഇരിക്കും. നല്ല നാസറായിത്തീരുന്നത് നമുക്ക് ഓരോരുത്തരും സഹായിക്കുമാറാകട്ടെ. ഞാൻ അൻസാറിൽ നിന്ന് ആരാ നിങ്ങൾ വെക്കാറില്ലേ, അത് യഥാർത്ഥത്തിലുള്ള അള്ളാരായി തീരട്ടെ. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മിഷനെ പൂർത്തിയാക്കുന്ന അവരുടെ ഞാരായി മാറട്ടെ, മുദ്രാവാക്യമായി തീരട്ടെ. അതിനുവേണ്ടി മജ്‌ലിസ് അൻസാറുൽ ഓരോ മെമ്പറും ജമാഅത്തിന് വേണ്ടി ഒരു നല്ലൊരു വ്യക്തിത്വമായി മാറട്ടെ. അങ്ങനെ ജമാഅത്തിൻ്റെ പുരോഗതിയിലേക്ക് പോകുന്നവരായി നമ്മൾ മാറട്ടെ. നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. ദുആ ചെയ്യൂ.